വീട്ടിൽ സഹായിക്കുന്ന ദിനം. ഗലാത്യർക്കുള്ള ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുകയും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ഒരുക്കത്തിന്റെ ഈ യാത്രയിൽ ഇന്ന് നാം പഠിക്കുന്നത് വളരെ ലളിതമായത് എങ്കിലും വളരെ പരിഷ്ഠമായ ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ വീടുകളിലെ അനുദിന പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നത്. നമ്മിൽ പലരും ക്രിസ്തുമസിനായി വീട്ടിൽ അനേകം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ യേശുവിന് വേണ്ടി കുടുംബത്തെ സഹായിക്കുന്നത് അതിലും മനോഹരമായ അലങ്കാരമാണ്, പ്രവൃത്തിയാണ്. എന്തുകൊണ്ടാണ് വീട്ടിൽ സഹായിക്കുക എന്നത് ഒരു ആത്മീയ സേവനമായി മാറുന്നത്? കാരണം വീട് നമ്മുടെ പ്രഥമവും പരിശുദ്ധവുമായ ദൈവമന്ദിരമാണ്. അവിടെ ചെയ്യുന്ന ഓരോ സഹായവും കുടുംബാംഗങ്ങളുടെ ഭാരം കുറയ്ക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. യേശു 30 വർഷക്കാലം വീട്ടിൽ സഹായിച്ചാണ് ജീവിച്ചത്. നസ്രത്തിൽ മറിയത്തിനും ജോസഫിനും ഒപ്പം ദൈനംദിന ജോലികളിൽ സഹായിച്ചായിരുന്നു യേശുവിന്റെ ജീവിതം. ആയതിനാൽ വീട്ടിൽ സഹായിക്കുന്ന കൈകൾ യേശുവിന്റെ കൈകൾ തന്നെയാണ്. നാം സ്നേഹത്തോടെ സഹായിച്ചാൽ വീട്ടിൽ സമാധാനം വർദ്ധിക്കും. അമ്മയുടെയും അച്ഛന്റെയും ഭാരങ്ങൾ കുറഞ്ഞു വരുന്നു. സഹോദരങ്ങൾക്ക് സ്നേഹത്തിന്റെ സ്പർശം ലഭിക്കുന്നു. അതോടൊപ്പം യേശു പുഞ്ചിരിക്കുന്നു. കാരണം വചനമനുസരിച്ച് നാം പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്നു. വീട്ടിൽ ഒരു ചെറിയ സഹായം ചെയ്യുന്നത് പുൽക്കോട്ടിൽ യേശുവിന് മൃദുവായ ഇരിപ്പിടം ഒരുക്കുന്നത് പോലെയാണ്. ഇന്ന് നമുക്ക് ചെയ്യാനാവുന്ന സഹായങ്ങൾ ഒരുപക്ഷെ ഇനി പറയുന്നവയാവാം. വീട്ടിൽ സാധാരണ ചെയ്യാറില്ലാത്ത ഒരു ചെറിയ ജോലി: മേശ വൃത്തിയാക്കുക, സാധനങ്ങൾ അടുക്കി വയ്ക്കുക. അമ്മയുടെയോ അച്ഛന്റെയോ പ്രത്യേക നിർദ്ദേശമില്ലാതെ തന്നെ നിശബ്ദമായി സ്നേഹത്തോടെ ചെയ്യുക. ഒരാളുടെ ജോലിഭാരം കുറയ്ക്കുക. അമ്മ ഓരോ ദിവസവും ചെയ്യുന്ന ഒരു ചെറിയ പണി ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുക. അത് ഒരു വലിയ അനുഗ്രഹമാക്കും. വീട്ടിൽ സന്തോഷം പരത്തുക. ഒരു ചെറിയ പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു സംയമനം, ഇത് വീടിന്റെ അന്തരീക്ഷം മാറ്റുന്നു. വീട്ടിൽ സഹായിക്കുന്നവർ യേശുവിന്റെ വഴിയിലാണ്. സ്നേഹിക്കുക എന്നതാണ് ക്രിസ്തുവിന്റെ നിയമം. മറ്റുള്ളവരുടെ ഭാരവും ദുഃഖവും പങ്കുവയ്ക്കുന്ന നാം വീട്ടിൽ സഹായിക്കുന്ന ദിവസം ക്രിസ്തുവിന്റെ ഈ നിയമം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന നിമിഷമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ വീടുകളിൽ ശാന്തിയും സ്നേഹവും വിതറുന്ന കൈകളാക്കി ഞങ്ങളെ മാറ്റണമേ. മറ്റുള്ളവരുടെ ഭാരങ്ങൾ സ്നേഹത്തോടെ ചുമക്കുന്ന യേശുവിന്റെ ശിഷ്യരാക്കണമേ. ഞങ്ങളുടെ വീടുകളിലെ ഓരോ ചുമതലയും അങ്ങേയ്ക്കായുള്ള ഒരു സേവനമാക്കി തീർക്കണമേ. ദൈവത്തിന് സ്തുതി.